നമസ്കാരം. കേരളത്തിൽ യു.ഡി.എഫ് അതിശക്തമായ മുന്നേറ്റം നടത്തിയപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇരയായി കേരള കോൺഗ്രസ് എം. മത്സരിച്ച 12 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും നേടാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞില്ല. വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിക്കും മുന്നേറ്റത്തിന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ പാലായിൽ പോലും വിജയിക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇവിടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി യു.ഡി.എഫിന്റെ മാണി സി കാപ്പിന് മുന്നിൽ പരാജയപ്പെട്ടു. 2074 വോട്ടുകൾക്കാണ് ഇവിടെ ജോസിന്റെ പരാജയം. പാർട്ടിയിലെ രണ്ടാമനായ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പിന്നിലാണ്. മുതിർന്ന നേതാവ് എൻ ജയരാജും കാഞ്ഞിരപ്പള്ളിയിൽ പിന്നിലാണ്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും പിന്നിൽ തന്നെയാണ്. ജനവിധി മാനിക്കുന്നുവെന്നാണ് പാലായിലെ തോൽവിക്ക് ശേഷം ജോസ് കെ മാണി പ്രതികരിച്ചത്. ജനാധിപത്യത്തിൽ ജയവും തോൽവിയും സാധാരണമാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ യു.ഡി.എഫ് തരംഗമാണ് വന്നത്. ഈ തരംഗത്തിനിടയിലാണ് കേരള കോൺഗ്രസ് എമ്മിന് അടി പതറിയത്. വീഴ്ചകൾ എവിടെയാണെന്ന് പരിശോധിക്കുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. കഴിഞ്ഞ തവണ യു.ഡി.എഫിലെ RSPയുടെ അതേ അവസ്ഥയാണ് ഇക്കുറി കേരള കോൺഗ്രസിന് വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ RSPക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതേ അവസ്ഥയാണ് ഇക്കുറി കേരള കോൺഗ്രസ് എമ്മിനും വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് കേരള കോൺഗ്രസ് എം കാഴ്ചവെച്ചത്. 12 സീറ്റിൽ മത്സരിച്ചപ്പോൾ 5 സീറ്റുകളാണ് കേരള കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. അതിനു മുൻപ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 5 സീറ്റുകളിൽ വിജയിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇക്കുറി ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പാർട്ടിക്ക് വന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിയുടെ വൻ നേട്ടത്തിന് പിന്നിലെ ചാലക ശക്തിയായ കേരള കോൺഗ്രസ് എമ്മിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം നിലനിർത്താൻ കഴിഞ്ഞില്ല. കേരള കോൺഗ്രസ് യു.ഡി.എഫിലേക്ക് എന്ന വാർത്തകൾ തള്ളിയാണ് ഇടതുമുന്നണിയിൽ തന്നെ കേരള കോൺഗ്രസ് എം ഉറച്ചു നിന്നത്. അത് പക്ഷേ പാർട്ടിക്ക് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് നേടിക്കൊടുത്തത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച 7 സീറ്റുകളിലും മുന്നിലാണ്. ഇതും മാണി ഗ്രൂപ്പിന് മുന്നിൽ വലിയ പ്രതിസന്ധി തീർക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു.ഡി.എഫ് പരാജയം ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമങ്ങളോട് ജോസ് കെ മാണി പ്രതികരണം നടത്തിയത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് തീർത്തിരിക്കുന്നത്.